നമസ്കാരം. സ്പിരിച്വൽ അനാറ്റമി സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ 11ാമത്തെ പോയിൻ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രഭു സ്റ്റേറ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. 10ാമത്തെ പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്ത് പ്രഭു സ്റ്റേറ്റ്. പ്രഭു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രഭു എന്ന് പറഞ്ഞാൽ രാജാവ്, കിങ്ലി സ്റ്റേറ്റ്. അപ്പോൾ അത് സഹസ്രദള കമലത്തിൽ നിന്ന് 2 പേരിൽ പുറകിലാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അത് ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലെത്തിയ ഒരാൾക്ക് ആ കിങ്ലി ക്വാളിറ്റീസ് വരാൻ തുടങ്ങും, രാജാവിൻ്റെ സ്വഭാവ വിശേഷതകൾ വരാൻ തുടങ്ങും. നമ്മൾ എത്തി എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങും, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തി എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങും. പക്ഷേ എന്നാലും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, അതുണ്ടാവണം. എത്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കണ്ടെൻമെൻറ്റ് നമ്മുടെ ഉള്ളിൽ, സംതൃപ്തി എന്നുള്ളത് സ്ഥിരമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഒരു പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, ആഘോഷിച്ചു, ഇനി പഠിത്തമൊന്നും വേണ്ട, നിർത്തി കഴിഞ്ഞ് പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് മോശമാവും. പലരും വിജയിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത പരാജയത്തിനൊരു കാരണമാവും. ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും പലർക്കും. അത് ഇവിടെയും അത് ബാധകമാണ്. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവും, നമ്മൾ ഇത്രയായില്ല, ഇനിയിപ്പോൾ നമുക്ക് പറ്റും എന്നുള്ളൂ. അപ്പോൾ അഹംഭാവങ്ങൾ കടന്നു വരും. അപ്പോൾ ഇതാണ് നമുക്ക് സ്പിരിച്വൽ എലിവേഷൻ കിട്ടുമ്പോൾ ഒരു പ്രശ്നം. നമ്മൾ എത്തി മറ്റുള്ളവരൊക്കെ നമ്മളെ പറയുന്നത് കേൾക്കാൻ തുടങ്ങും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ സ്വീകരിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു അറിയാതെ ഉള്ളുന്നൊരു അഹംഭാവം വീണ്ടും കടന്നു വരാൻ തുടങ്ങും. അഹംഭവിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഒന്നും ആയിട്ടില്ല. എത്ര നമ്മൾ വലുതായാലും നമ്മളെ പൂർണ്ണതയുടെ ഒരു വെറും സ്പാർക്ക് മാത്രമാണ്. അത് അവിടെ എത്തിച്ചേരാൻ ഇനിയും കുറേ യാത്ര നടത്താനുണ്ട്. അവിടെ എത്തിച്ചേർന്നാൽ നമ്മൾ ഒരിക്കലും പിന്നെ ഞാൻ എത്തിയെന്ന് പറയില്ല. പിന്നെ അഹംഭാവം എന്നുള്ള കണിക പോലും ഉണ്ടാവില്ല. നമ്മളെ ആരെങ്കിലും പ്രൈസ് ചെയ്യുകയാണെങ്കിലോ നമ്മളെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ നമ്മൾ അറിയും കൂടിയില്ല. ഇത് പ്രൈസാണോ ഇത് കളിയാക്കലാണോ ഉള്ള വ്യത്യാസം കൂടി അറിയാതെയായി മാറുന്നു. ആ സ്റ്റേറ്റിൽ അങ്ങനെയാണ്, ബ്രഹ്മഗതി എന്നുള്ള സ്ഥിതിയിൽ അങ്ങനെയാണ്. അതുമാത്രമല്ല, എങ്ങനെയാണ് മുമ്പിൽ ആൾക്കാർ നിൽക്കുന്നത്, ഏത് തരത്തിലുള്ള ആൾക്കാരാണ് വരുന്നത് എന്നുള്ളത് മാറ്റമില്ലാതെ എല്ലാവരും ഒരുപോലെ തന്നെ തുല്യമായിട്ടുള്ള ആ പെരുമാറ്റം വരും ഓട്ടോമാറ്റിക്കായിട്ട്. ചാരുജി മഹാരാജ് ഒരിക്കലും ദാജിയോടൊരു ചോദ്യം ചോദിച്ചു. ഒരു സത്സംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സത്സംഗിൽ ഏറ്റവും ഉയർന്ന സ്പിരിച്വൽ സ്റ്റേറ്റുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു ചാരുജി മഹാരാജ്. അപ്പോൾ ദാജി ഒരു സിസ്റ്ററിനെ ചൂണ്ടിക്കാണിച്ചു, അവിടെ ഒരു ലേഡി, അവരാണ് ഏറ്റവും ഉയർന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചാരുജി മഹാരാജ് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അപ്പോൾ അവർ പ്യൂറായിട്ടുള്ള സ്നേഹത്തിലാണ്. അവരെ ഭർത്താവ് വരും കൂടി അവർക്ക് വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. അവരൊരിക്കലും ആ ലെവലിൽ നിന്ന് താഴേക്ക് പോകുന്നില്ല. അവർക്ക് ലസ്റ്റ് എന്നുള്ള തരത്തിലേക്ക് അവർ സ്നേഹം വീഴുന്നില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ചാരുജി മഹാരാജ് പറഞ്ഞു, അതാണ് ബ്രഹ്മഗതി എന്ന് പറഞ്ഞു. അതാണ് അബ്സല്യൂട്ട് സ്റ്റേറ്റിൻ്റെ സ്വഭാവം. എല്ലാവരോടും നല്ലോണം പെരുമാറുന്നു, എല്ലാവർക്കും തോന്നുന്നില്ല, എല്ലാവരും എനിക്ക് തന്നെയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രത്യേക ഒരു വ്യക്തിയോട് സ്നേഹിക്കാത്ത ഒരു കംപ്ലീറ്റ് സ്നേഹമായി മാറിയ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറും. അപ്പോഴേ പ്രഭു സ്റ്റേറ്റിലെത്തുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം, ഹബിൾ ബബിൾ എന്നുള്ള ചാരുജി മഹാരാജിൻ്റെ ഒരു സ്പീച്ച് പരമ്പരയുണ്ട്. ഈ ദ ഹുക്ക് ആൻഡ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഹബിൾ ബബിൾ. അപ്പോൾ ചാരുജി മഹാരാജ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യണം, ട്രെയിനിൽ യാത്ര ചെയ്യണം. അപ്പോൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത് വെച്ചു. അപ്പോൾ യാത്രയിൽ ഉടനീളം നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നു. അടുത്ത ആൾക്കാർ ഇപ്പോൾ പണ്ടാണ് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റാണ്, അപ്പോൾ നല്ല എൻജോയ്മെൻറ്റാണ് ശരിക്കും. അതിൽ യാത്ര ചെയ്തവർക്കറിയാം, കൂടുതലുള്ളവർ ഭക്ഷണം കുതരും, വെള്ളം ഷെയർ ചെയ്യും. ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വെള്ളം പിടിക്കുക, ഒരാൾ കൊണ്ടു വയ്ക്കും, മറ്റേ ഷെയർ ചെയ്യുക. അത് നല്ല എൻജോയ്ഡ്. അവിടെ എത്തുമ്പോൾ നല്ല പരിചയം ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പായി ഉണ്ടാവും. അവിടെ എത്താറുമ്പോഴേക്കും ഓരോരുത്തർ ഇറങ്ങിപ്പോവും. നമുക്ക് ഡൽഹിയിലാണ് ഇറങ്ങേണ്ടത്. ഡൽഹിയിൽ എത്തുന്നതിൻ്റെ മുമ്പേ ഒരു പ്രധാന റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. മിക്ക സ്റ്റേഷനുണ്ട് ഒരു ക്രോസിംഗ് ഉണ്ടാവും. ആ ക്രോസിങ്ങിൽ ചിലപ്പോൾ അങ്ങോട്ട് കിടക്കും വണ്ടി, പിന്നെ അങ്ങോട്ട് പോവില്ല. അവിടെ അങ്ങോട്ട് കിടക്കും അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ. പിന്നെ സ്റ്റേഷനിലേക്ക് പിന്നെ 10 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരാൻ തുടങ്ങും. എന്താ ചെയ്യേണ്ടതില്ല, കമ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇനി ഇറങ്ങിപ്പോയി ബാഗ് എടുത്ത് ഉറങ്ങിപ്പോകാനും പറ്റില്ല, വേറെ 10 കിലോമീറ്റർ നടന്നാൽ എത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ റെസ്റ്റ്ലെസ്സസ് ഉണ്ട് മനസ്സിലായി. എന്തായാലും കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ അവിടെ കിടന്നുറങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരാളൊന്ന് കൊട്ടി വിളിക്കും, ഭയ്യ ഉഠോ ഡൽഹി ആ ഗൈ എന്ന് പറയും, എണീക്കൂ ഡൽഹിയിലെത്തി. അപ്പോൾ ആ ഒരു സ്റ്റേറ്റാണ് ശരിക്കും 11ാമത്തെ പോയിന്റ് നമുക്ക് വേണ്ടത്. യാത്രയുടെ അവസാനം എത്തുമ്പോൾ നമുക്ക് എത്തി എന്നൊരു തോന്നൽ, എന്നാൽ എത്തിയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു വല്ലാത്തൊരു റെസ്റ്റ്ലെസ് ഉണ്ട്, എന്താ എത്താത്തത്. അപ്പോൾ എത്തിയില്ല എന്നൊരു വിചാരിച്ചാൽ ചിലപ്പോൾ ഇറങ്ങിപ്പോയാൽ അപകടമായി, പിന്നെ ഒരിക്കലും അങ്ങോട്ട് എത്തില്ല. അപ്പോൾ ഇറങ്ങിപ്പോകാൻ പാടില്ല.
റെസ്റ്റ്ലെസ്സസ് ഉള്ളിൽ വേണം. എത്തിയില്ല എന്നുള്ളൊരു തോന്നൽ, അവിടെ നിന്ന് ഇറങ്ങാൻ അറ്റാച്ച്മെൻ്റ് ഇരിക്കുക, അവിടെ എത്തിയേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുള്ളിൽ വേണം. നമ്മൾ സമർപ്പിക്കണം, സറണ്ടർ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. അതുവരെ വണ്ടിയുടെ ഉള്ളിൽ നമുക്ക് ഇറങ്ങാൻ തോന്നിയിരുന്നു, ഇതിപ്പോൾ ഇറങ്ങാനും പറ്റില്ല, റെയിൽവേ സ്റ്റേഷനല്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റാണ് നമുക്ക് പ്രഭുഭാവത്തിലൊക്കെ വേണ്ടത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചാരിജി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, കണ്ടൻമെൻ്റ് ഉണ്ട്, എത്താറായി എന്നുള്ളൊരു സമാധാനമാണ്. വണ്ടിയിൽ തന്നെയാണ്, വണ്ടിയിൽ നിന്ന് ആരും ഇറക്കി വിടില്ല എന്നുള്ളൊരു സമാധാനം ടിക്കറ്റിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എത്തിയിട്ടില്ല എന്നൊരു റെസ്റ്റ്ലെസ്സസ് ഉണ്ട്. അതുപോലെ എത്തണം എന്നൊരു തോന്നലുണ്ട്. ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തൊരു ഫീലിംഗാണ് പ്രഭുഭാവത്തിൽ നമുക്ക് വേണ്ടത്. ഇപ്പോൾ പ്രഭു പോയിൻ്റ് 11th പോയിൻറ്റിൻ്റെ ക്വാളിറ്റി എർത്ത് എലിമെൻ്റ് ക്വാളിറ്റിയാണ്. നമ്മൾ പറഞ്ഞു സെൻറ്ററിൽ എർത്താണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അതേ എലിമെൻസിൻ്റെ കോൺഫിഗറേഷനാണ് 11ാമത്തെ പോയിൻ്റ്. 11ാമത്തെ പോയിൻറ്റിൻ്റെ ശരിക്കുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ്സസ് ആണ്. നേരത്തെ പറഞ്ഞ ആ ഒരു എന്താ പറയുക, നമുക്ക് ഇരിക്കപ്പുറത്തില്ലായ അതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ എർത്ത് പോയിൻറ്റിൽ ഉള്ള സംതൃപ്തി, ഈ തരത്തിലുള്ള റെസ്റ്റ്ലെസ്സസും അത് ഒന്നിച്ചു കൊണ്ടുപോകണം നമുക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്ത് പോയിൻ്റ്, ഈ എലിമെൻറ്റിൻ്റെ 12th 12 o'clock പൊസിഷനിലുള്ളത് ആകാശ സ്പേസാണ്. അത് തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് രണ്ടും ശരിക്കും നമ്മളെ ഒരു സ്ഥലത്ത് ഇരുത്താൻ സഹായിക്കുന്ന രണ്ട് ക്വാളിറ്റീസാണ്. ആകാശം എന്ന് പറഞ്ഞാൽ കാംനെസ്സാണ്, ശാന്തത, വല്ലാത്തൊരു ശാന്തത. ഭൂമി തന്നെ വല്ലാത്ത കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സംതൃപ്തിയും ശാന്തതയും നമ്മുടെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് നമ്മൾ യാത്രയ്ക്കുള്ള ആ ഒരു റെസ്റ്റ്ലെസ്സസ് അതും നമ്മൾ കൂടെ വേണം. അതിന് നിരന്തരമായിട്ടുള്ള സാധന ആവശ്യമാണ്, നിരന്തരമായിട്ടുള്ള സ്വഭാവത്തിലുള്ള നമ്മളെ ശ്രദ്ധ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എത്തിയോ, ഞാൻ എവിടെയായി, എൻ്റെ കറക്ഷൻസ് വന്നുകൊണ്ടിരിക്കണം, നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബാബുജി മഹാരാജ് തന്നെ വേറെ വിസ്പേഴ്സിൽ പറയുന്നുണ്ട്, നമുക്കൊരു പെയിൻറ്റിങ് നൽകിയിരിക്കുക എന്ന് പറയുന്നത്. ജീവിതം എന്നുള്ളൊരു പെയിൻറ്റിങ് നമ്മുടെ കൂടെ തന്നിട്ടുണ്ട്. നമുക്ക് ജീവിതത്തിൻ്റെ പെയിൻറ്റിങ് തുടക്കം മുതൽ അവസാനം വരെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ല, അച്ഛനാരാണ്, അമ്മ ആരാണ്, കല്യാണം കഴിക്കുന്ന ആളാരാണ്, കുട്ടികളാരാണ്, എന്തായിത്തീരും, എല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ജീവിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, എവിടെയാണ്, ഒക്കെ നമുക്ക് പെയിൻറ്റ് കറങ്ങി അതിൻ്റെ ആ പിക്ചർ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ജോലി എന്താണ്? ആ പെയിൻറ്റിങ്ങിനെ കുറച്ച് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് കൂടുതൽ ആകർഷകമാക്കിക്കൊണ്ടിരിക്കുക. നമ്മളുടെ റോൾ അതിന് നന്നായിട്ട് പ്ലേ ചെയ്യുക. ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിൽ മെയിൻ കഥാപാത്രമുണ്ട്, ചെറിയ കഥാപാത്രമുണ്ട്, വില്ലനുണ്ട്. ഓരോരുത്തരും റോൾ നന്നായി കളിക്കുകയാണ് അവർ ചെയ്യേണ്ടത്, അല്ലാതെ കഥാപാത്രം മാറില്ല. അപ്പം അതിൽ ചിലപ്പോൾ ഏറ്റവും ചെറിയ കഥാപാത്രം നല്ലോണം കളിച്ചു കഴിഞ്ഞാൽ അയാൾ അടുത്ത സിനിമയിൽ ഹീറോ. അപ്പോൾ നമ്മുടെ പ്ലേ, നമ്മളെങ്ങനെയാണ് അതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ജീവിതം എന്ന പെയിൻറ്റിങ്ങിന് കൂടുതൽ ആകർഷകമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനെ നമ്മൾ കൂടുതൽ ആകർഷകമാക്കണം. ചെറിയ ജീവിതം വലിയ ജീവിതം എന്നില്ല, നമ്മൾ കൂടുതൽ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അദ്ദേഹത്തിന് കാണുമ്പോൾ സന്തോഷം വേണം. ഞാൻ ഉണ്ടാക്കി എൻ്റെ മകൻ ഉത്തമനായിക്കൊണ്ടിരിക്കുകയാണ്, എന്നെപ്പോലെ തന്നെ ആയിരിക്കുകയാണെന്നുള്ളൊരു സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടാവണം. നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ശരിക്കുള്ള കളേഴ്സിൽ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്. അച്ഛാ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ധൈര്യസമേതം എനിക്ക് മാസ്റ്റർ മുമ്പിൽ പോയി നിൽക്കാൻ സാധിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷനിൽ നമ്മൾ 11ാമത്തെ പോയിൻറ്റിലെ എർത്ത് എലിമെൻറ്റും 11ാമത്തെ പോയിൻറ്റിലെ ആകാശ എലിമെൻറ്റും അത് തമ്മിലുള്ള കോർഡിനേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഒന്നാമത്തെ പോയിന്റിൽ ആണ് നമ്മൾ ധ്യാനം തുടങ്ങേണ്ടത്. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ.
അതൊക്കെ ശ്രദ്ധ 11ാമത്തെ പോയിന്റിലേക്ക് കൊണ്ടുവരും. ആദ്യം ശുദ്ധീകരണമാണ്. 11ാമത്തെ പോയിന്റ് എർത്ത് എലിമെൻ്റ് തന്നെയാണ് സെൻറ്ററിൽ. ഇപ്പോൾ എർത്ത് എലിമെൻ്റ് ശുദ്ധീകരണം നടക്കുകയാണ്. ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് ശ്രദ്ധ തിരിക്കും. അവിടെ 9 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. തേർഡ് പോയിന്റിലേക്ക് വരൂ. അവിടെ 6 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഫോർത്ത് പോയിന്റിലേക്ക് വരൂ. ഫോർത്ത് പോയിന്റ് 3 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഇനി ഫിഫ്ത്ത് പോയിന്റിലേക്ക് വരൂ. ഫിഫ്ത്ത് പോയിന്റിൽ 12 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഇനി ശുദ്ധീകരണം കംപ്ലീറ്റായി. തിരിച്ച് ഫസ്റ്റ് പോയിന്റിൻ്റെ സെൻറ്ററിലേക്ക് വരൂ. 11th പോയിന്റിലേക്ക് ശ്രദ്ധ തിരിക്കൂ. 11th പോയിന്റിൻ്റെ ക്വാളിറ്റി റെസ്റ്റ്ലെസ്നെസ് ആണ്, അക്ഷമത. അവിടെ എർത്ത് എലിമെൻറ്റിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടെയ്ൻമെൻറ്റ്, ക്ഷമാശീലം, സംതൃപ്തി, അതും അവിടെയുള്ള 12 o'clock പൊസിഷനിലുള്ള ആകാശ എലിമെൻറ്റിൻ്റെ ശാന്തത, കാംനെസ്, ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ ഹാർമണൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്ൻമെൻറ്റും സംതൃപ്തിയും, എന്നാൽ മാസ്റ്ററെ പോലെ ആവാനുള്ള ആ ഒരു റെസ്റ്റ്ലെസ്നെസ്, അതാണ് നമ്മുടെ യാത്രയ്ക്കുള്ള പ്രേരണ. നമ്മുടെ ഡിവോഷൻ്റെ കാരണം അതാണ്, അടിസ്ഥാനം അതാണ്. മാസ്റ്ററോടുള്ള അചഞ്ചലമായ ഭക്തിയോട് കൂടിയിട്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ള ഈ കഴിവുകൾ മാസ്റ്ററുടെ സേവനത്തിനായി തന്നെ ഉപയുക്തമാകും എന്നുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടി പതുക്കെ കണ്ണുകൾ തുറക്കും.